ലോക ക്രിക്കറ്റിലെ ചേസ് കിങ്സ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ അങ്ങനെ വിശേഷിപ്പിച്ചാൽ അതൊട്ടും അധികമായി പോകില്ല. ഇത് വെറുതെ കിട്ടിയ വിശേഷണമല്ല എന്ന് ഇന്ത്യൻ ടീം ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. ഏകദിന ക്രിക്കറ്റ് ചരിത്രത്തിൽ മറ്റൊരു ടീമിനും അവകാശപ്പെടാനില്ലാത്ത ഒരു വമ്പൻ ലോക റെക്കോർഡാണ് ടീം ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നത്. വഡോദരയിൽ ന്യൂസിലാൻഡിനെതിരെ നടന്ന ആദ്യ ഏകദിന മത്സരത്തിൽ നേടിയ തകർപ്പൻ വിജയത്തോടെയാണ് ഇന്ത്യ ഈ ചരിത്ര നേട്ടത്തിൽ എത്തിയത്. സസ്പെൻസ് ഒഴിവാക്കി ആ റെക്കോർഡിനെ കുറിച്ച് വിശദമായി പറയാം. ഏകദിന ക്രിക്കറ്റിൽ 300 റൺസിന് മുകളിലുള്ള വിജയലക്ഷ്യം വിജയകരമായി മറികടക്കുക എന്ന കാര്യത്തിൽ ഇന്ത്യ മുന്നോട്ട് കുതിക്കുകയാണ്. 300+ ടാർഗറ്റുകൾ 20 തവണ ചേസ് ചെയ്ത് വിജയിക്കുന്ന ലോകത്തെ ആദ്യ ടീമായി ഇന്ത്യ മാറിയിട്ടുണ്ട്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരു കാലത്ത് 300 റൺസ് എന്നത് ഏകദിന ക്രിക്കറ്റിൽ അപ്രാപ്യമായ സ്കോറായിരുന്നു. എന്നാൽ ഇന്നത്തെ ഇന്ത്യൻ ബാറ്റിംഗ് ലൈനപ്പിന് അതൊരു വലിയ കാര്യമേ അല്ല. ഈ ലിസ്റ്റിൽ ഇന്ത്യക്ക് തൊട്ടു പിന്നിലുള്ളത് ഇംഗ്ലണ്ടാണ്, അതും 15 വിജയങ്ങളുമായി. ഓസ്ട്രേലിയ 14 തവണയും പാകിസ്ഥാൻ 12 തവണയുമാണ് 300-ന് മുകളിലുള്ള സ്കോർ ചേസ് ചെയ്ത് വിജയിച്ചിട്ടുള്ളത്. 11 തവണ വീതം 300+ വിജയലക്ഷ്യം മറികടന്ന് വിജയിച്ച ന്യൂസിലാൻഡും ശ്രീലങ്കയും തൊട്ടു പിന്നിലുണ്ട്. ഈ കണക്കുകൾ നോക്കിയാൽ തന്നെ ചേസിങ്ങിൽ ഇന്ത്യ മറ്റ് ടീമുകളേക്കാൾ എത്രയോ മുന്നിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്ത്യയുടെ 300+ സ്കോർ പിന്തുടർന്നുള്ള വിജയങ്ങൾ 20ലേക്ക് എത്തിച്ച വഡോദരയിലെ മത്സരത്തിലേക്ക് ഇനി വരാം. 301 റൺസ് എന്ന വലിയ വിജയലക്ഷ്യമാണ് ന്യൂസിലാൻഡ് ഇന്ത്യക്ക് മുന്നിൽ വെച്ചത്. എന്നാൽ നായകൻ ശുഭ്മാൻ ഗില്ലും റൺ മെഷീൻ വിരാട് കോഹ്ലിയും ശ്രേയസ് അയ്യരും KL രാഹുലും രോഹിത് ശർമ്മയും ഹർഷിത് റാണയും എല്ലാം ചേർന്ന് കിവി ബോളർമാരെ നേരിട്ട് ഇന്ത്യയെ വിജയത്തിലെത്തിച്ചു. പരിക്കിൽ നിന്ന് തിരിച്ചെത്തിയ ഗില്ല് 56 റൺസ് എടുത്ത് മികച്ച തുടക്കം നൽകി. പക്ഷേ കളിയിലെ താരം ചേസ് മാസ്റ്ററായ വിരാട് കോഹ്ലി തന്നെയായിരുന്നു. ക്ലാസിക് ഷോട്ടുകളുമായി കളം നിറഞ്ഞ കോഹ്ലി 91 പന്തിൽ 93 റൺസാണ് നേടിയത്. നിർഭാഗ്യവശാൽ സെഞ്ചുറിക്ക് തൊട്ടരികിൽ അദ്ദേഹം പുറത്തായെങ്കിലും ഇന്ത്യയുടെ വിജയത്തിന് അടിത്തറയിട്ടത് ആ ഇന്നിങ്സ് ആണ്. ശ്രേയസ് അയ്യർ 49 റൺസ് എടുത്ത് മികച്ച പിന്തുണ നൽകി. ഒരു ഘട്ടത്തിൽ 234-ന് 2 എന്ന നിലയിൽ നിന്ന് 242-ന് 5 എന്ന നിലയിലേക്ക് കൂപ്പുകുത്തിയ ഇന്ത്യൻ ടീം ഒന്ന് പതറിയിരുന്നു. കെയിൽ ജാമീസൺ 4 വിക്കറ്റുകൾ വീഴ്ത്തി കിവികൾക്ക് പ്രതീക്ഷ നൽകി. എന്നാൽ സമ്മർദ്ദഘട്ടങ്ങളിൽ തളരാതെ നിന്ന KL രാഹുലും ഹർഷിത് റാണയും ചേർന്ന് ഇന്ത്യയെ വിജയതീരത്തെത്തിച്ചു. 6 പന്തുകൾ ബാക്കി നിൽക്കെ സിക്സറിലൂടെയാണ് രാഹുൽ വിജയം ഉറപ്പിച്ചത്. ഈ മത്സരത്തിലൂടെ ഏകദിനത്തിൽ 45ാം പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കി വിരാട് കോഹ്ലി സനത് ജയസൂര്യയുടെ റെക്കോർഡിന് ഒരു പടി കൂടി അടുത്തെത്തി. 48 തവണയാണ് ജയസൂര്യ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടിയിട്ടുള്ളത്. 62 പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം അക്കൗണ്ടിലുള്ള സച്ചിൻ ടെണ്ടുൽക്കറാണ് ഇക്കാര്യത്തിൽ 1ാം സ്ഥാനത്ത്. അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ റൺവേട്ടക്കാരുടെ പട്ടികയിൽ 2ാം സ്ഥാനത്തേക്ക് ഉയരാനും മുൻ ഇന്ത്യൻ നായകനായ വിരാട് കോഹ്ലിക്ക് സാധിച്ചു. അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ തന്റെ ആധിപത്യം ഉറപ്പിക്കുന്നതാണ് കോഹ്ലിയുടെ ഈ നേട്ടം. 28,068 റൺസ് സ്വന്തമായുള്ള കോഹ്ലി കുമാർ സംഗക്കാരയെയാണ് ഇപ്പോൾ മറികടന്നത്. 28,000 അന്താരാഷ്ട്ര റൺസ് തികക്കുന്ന 3ാമത്തെ മാത്രം താരമാണ് കോഹ്ലി. 34,000-ലധികം റൺസ് സ്കോർ ചെയ്തിട്ടുള്ള സച്ചിൻ ടെണ്ടുൽക്കറാണ് ഇക്കാര്യത്തിലും 1ാം സ്ഥാനത്തുള്ളത്. ന്യൂസിലാൻഡിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന പരമ്പരയിൽ ഇന്ത്യ 1-0-ന് മുന്നിലെത്തിയിരിക്കുകയാണ്. രാജ്കോട്ടിലാണ് 2ാമത്തെ മത്സരം നടക്കുക. ബാറ്റിങ്ങിലെ ഈ ആഴവും ചേസിങ്ങിലെ ഈ ആത്മവിശ്വാസവും വെച്ച് നോക്കുമ്പോൾ പരമ്പര ഇന്ത്യ തൂത്തുവാരാൻ തന്നെയാണ് സാധ്യത. നിങ്ങളുടെ വിലയിരുത്തലുകൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം, എല്ലാം ഇനി സമയത്തിൽ.